6. പഞ്ചുമേനോന്റെ കുണ്ഠിതം. മാധവൻ മദിരാശിക്ക് പോയി 6-7 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം രാത്രി പഞ്ചുമേനോൻ തെക്കിനിയിൽ അത്താഴമുണ്ണാനിരിക്കുമ്പോൾ കേശവൻ നമ്പൂതിരി ഊണ് കഴിഞ്ഞു വന്ന് അകത്തേക്ക് പതിവ് പോലെ പോകാൻ ഭാവിക്കുന്നത് കണ്ട് തൻ്റെ സമീപം ഇരിക്കാൻ പഞ്ചുമേനോൻ ആവശ്യപ്പെട്ടു. ഒരു പലകമേൽ അദ്ദേഹം സമീപത്തിൽ ഇരുന്നു. പഞ്ചുമേനോൻ: ആളെ ഇനിയും അയച്ചില്ലേ? എന്താണ്, മറുപടിയൊന്നും ഇനിയും എത്തിയില്ലേ? കേശവൻ നമ്പൂതിരി: അന്നു തന്നെ ആളെ അയച്ചു. നമ്പൂതിരി അവിടെ ഇല്ലെന്നും 4-5 ദിവസം കഴിഞ്ഞിട്ടേ മനയ്ക്കൽ എത്തുകയുള്ളൂ എന്നുമാണ് അയച്ച ആൾ മടങ്ങി വന്ന് പറഞ്ഞത്. ഇന്ന് പുലർച്ചെ ഞാൻ രണ്ടാമതും എഴുതിയിട്ടുണ്ട്. മനയ്ക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നാളെ തന്നെ ഇവിടെ എത്തുമെന്ന് തോന്നുന്നു. ഉടനെ പഞ്ചുമേനവൻ ലക്ഷ്മിക്കുട്ടി അമ്മയെ വിളിക്കാൻ പറഞ്ഞു. ലക്ഷ്മിക്കുട്ടി അമ്മ അച്ഛൻ്റെ സമീപത്ത് വന്നു നിന്നു. പഞ്ചുമേനോൻ: ലക്ഷ്മിക്കുട്ടി, നീ ഇന്ദുലേഖയോട് ഈ വിവരം പറഞ്ഞുവോ? ലക്ഷ്മിക്കുട്ടി അമ്മ: ഏതു വിവരം? പഞ്ചുമേനോൻ: നോക്കൂ, പെണ്ണിൻ്റെ കുറുമ്പ് നോക്കൂ. നീ ഈ വിവരമൊന്നും അറിയില്ലേ? അസത്തെ, കളവ് പറയുന്നുവോ? കഴുത്ത് വെട്ടണം. ഈ മഹാപാപികളെ എല്ലാം ചവിട്ടി പുറത്താക്കണം. ലക്ഷ്മിക്കുട്ടി അമ്മ: ഇതെന്ത് കഥയാണച്ഛാ? എന്നോട് ആരും ഒരു വിവരവും പറഞ്ഞില്ലല്ലോ. അച്ഛൻ എന്തിനു വെറുതെ എന്നെ ദേഷ്യപ്പെടുന്നു? കേശവൻ നമ്പൂതിരി: ലക്ഷ്മിക്കുട്ടി വിവരമൊന്നും അറിയില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം സ്വകാര്യമായി ഇരിക്കട്ടെ എന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പഞ്ചുമേനോൻ: എന്നാൽ ശരി തന്നെ. തിരുമനസിന് ലക്ഷ്മിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പോയി. ലക്ഷ്മിക്കുട്ടി അമ്മയെ നോക്കിയിട്ട്: അതുകൊണ്ടാണ് എടി നിന്നെ ദേഷ്യപ്പെട്ടത്? ആട്ടെ, നിന്റെ മനസ്സെങ്ങനെയാണ് അറിയട്ടെ. മൂർക്കില്ലാത്ത നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് ഞാൻ ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ദുലേഖയ്ക്ക് അത് ബോധ്യമാവുമോ? ലക്ഷ്മിക്കുട്ടി അമ്മ: ഞാൻ എങ്ങനെയാണ് ഇന്ദുലേഖയ്ക്ക് ബോധ്യമാവുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയേണ്ടത്? പഞ്ചുമേനോൻ: ഇതല്ലേ കുറുമ്പ്? തിരുമനസിന് പെണ്ണിൻ്റെ ധിക്കാരം കാണുന്നില്ലേ? കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയോട് തന്നെ ചോദിക്കരുതേ, അതല്ലേ നല്ലത്? പഞ്ചുമേനോൻ: തിരുമനസിന് മഹാവിഡ്ഢിയാണ്. ഇന്ദുലേഖയോട് ആര് ചോദിക്കുന്നു? പക്ഷേ ലക്ഷ്മിക്കുട്ടി ചോദിച്ചാൽ അവൾ തീർച്ചയായും മറുപടി പറയുമായിരിക്കും. ലക്ഷ്മിക്കുട്ടി, നീ ഈ മൂർക്കില്ലാത്ത നമ്പൂതിരിപ്പാട്ടിലെ വർത്തമാനം കേട്ടിട്ടുണ്ടോ? ലക്ഷ്മിക്കുട്ടി അമ്മ: ഇല്ല. പഞ്ചുമേനോൻ: തിരുമനസിന് പറഞ്ഞ് ലക്ഷ്മിക്കുട്ടിയെ മനസ്സിലാക്കണം. കേശവൻ നമ്പൂതിരി: അങ്ങനെ തന്നെ. പഞ്ചുമേനോൻ ഊണ് കഴിഞ്ഞ് എണീറ്റ് കൈ കഴുകുന്നു. അപ്പോൾ ഒരു വാലിയക്കാരൻ തെക്കിനിയുടെ വാതുക്കൽ വന്ന് കേശവൻ നമ്പൂതിരിക്ക് ഒരു എഴുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കേശവൻ നമ്പൂതിരി വേഗം എഴുന്നേറ്റ് എഴുത്തു വാങ്ങി വിളക്കത്ത് വന്നു വായിച്ചു മനസ്സിലാക്കുന്ന മധ്യേ പഞ്ചുമേനോൻ: ഇത് ആ മറുപടി തന്നെയോ? കേശവൻ നമ്പൂതിരി: ഓഹോ, അതെ. പഞ്ചുമേനോൻ: എഴുത്ത് ഒന്ന് വായിച്ചു കേൾക്കട്ടെ. പതുക്കെ വായിച്ചാൽ മതി. കേശവൻ നമ്പൂതിരി എഴുത്ത് വായിക്കുന്നു. എഴുത്ത് കിട്ടി. സന്തോഷമായി. ഞാൻ നാളെ കുളിപ്പാൻ തക്കവണ്ണം അവിടെ എത്തും. ചെറുശ്ശേരിയും കൂടെ ഉണ്ടാവും. നമ്പൂതിരി പറഞ്ഞതിനേക്കാൾ അധികമായി പോതായിപ്രം പറഞ്ഞിട്ടും മറ്റും ഞാൻ കേട്ടറിഞ്ഞു. എനിക്ക് കാണാൻ വളരെ ബദ്ധപ്പാടായിരിക്കുന്നു. ശേഷം മുഖതാവിൽ. പഞ്ചുമേനോൻ: നന്നായി. ഇന്ദുലേഖ ഉറങ്ങാറായിട്ടില്ല. തിരുമനസിനും കൂടെ എഴുന്നള്ളണം. നമ്മൾക്ക് അവളുടെ അറയിലേക്ക് പോവുക. ഇതിനെപ്പറ്റി അല്പം അവളോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കണം. എന്നാൽ അവളുടെ മനസ്സറിയാമല്ലോ. പഞ്ചുമേനോനും നമ്പൂതിരിയും കൂടി ഇന്ദുലേഖയുടെ അകത്ത് കടന്നപ്പോൾ ഇന്ദുലേഖ ഒരു കോച്ചിന്മേൽ കിടന്ന് ശാകുന്തളം നാടകം നോക്കുകയായിരുന്നു. ഉടനെ എഴുന്നേറ്റു നിന്നു. കേശവൻ നമ്പൂതിരി ഒരു കസാലമേലും പഞ്ചുമേനോൻ കോച്ചിന്മേലും ഇരുന്ന് ഇന്ദുലേഖയെ പഞ്ചുമേനോൻ തൻ്റെ അടുക്കെ കോച്ചിന്മേൽ ഇരുത്തി കൈകൊണ്ട് പുറത്ത് തലോടിക്കൊണ്ട് പറയുന്നു: പെണ്ണേ, നീ എന്താണ് വായിക്കുന്നത്? ഇന്നാൾ പറഞ്ഞ മാതിരിയുള്ള കള്ളക്കഥയോ? ഇന്ദുലേഖ: അല്ല, ശാകുന്തളമാണ് വലിയച്ഛ.
ഈ പുസ്തകത്തിലെ അച്ച് വളരെ ചീത്തയാണ്, വായിപ്പാൻ ബഹുപ്രയാസം. പഞ്ചുമേനോൻ: നല്ല ബുക്ക് വാങ്ങിക്കൊള്ളരുതേ. എവിടെ കിട്ടും ബുക്ക്? ഞാൻ പണം ഇപ്പോൾ തരാമല്ലോ. ഇന്ദുലേഖ: ഇതിൽ നല്ല അച്ചിലടിച്ചിട്ടുള്ള ബുക്കുണ്ടോ എന്ന് അറിഞ്ഞില്ല. ഉണ്ടോ എന്ന് അന്വേഷിച്ച് വലിയച്ഛനെ അറിയിക്കാം. പഞ്ചുമേനോൻ: വലിയ അച്ചായിട്ട് എൻ്റെ മകൾ ഒന്ന് അച്ചടിപ്പിച്ചോളൂ. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്: അത് പ്രയാസമല്ലേ വല്യച്ഛ, വളരെ ചിലവുണ്ടാവും. പിന്നെ ഇതിൽ വലിയ ടൈപ്പ് തന്നെ ഉണ്ടോ എന്ന് അറിഞ്ഞില്ല. പഞ്ചുമേനോൻ: എന്തെന്നുണ്ടോ എന്നറിഞ്ഞില്ല? ഇന്ദുലേഖ: വലിയ അക്ഷരക്കരുക്കൾ. പഞ്ചുമേനോൻ: എനിക്കിതൊന്നും അറിഞ്ഞുകൂടെ കുട്ടി, കരുക്കളില്ലെങ്കിൽ അതും വാങ്ങിക്കോ. ഇന്ദുലേഖ ചിരിച്ചു. പഞ്ചുമേനോൻ: ഞങ്ങൾ രണ്ടാളും കൂടി നിന്നോട് ഒരു കാര്യം പറവാനാണ് മകളെ വന്നത്. എന്നാൽ പണ്ടുപണ്ടേയുള്ള നടപ്പ് പ്രകാരമാണെങ്കിൽ ഇത് നീ ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യമില്ല. കാര്യം നടക്കുമ്പോഴേ അറിയാവൂ. ഇപ്പോൾ കലികാലമല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയം. അതാണ് പറവാൻ വന്നത്. നമ്പൂതിരിയോട്: തിരുമനസ് തന്നെ പറയൂ. ഇന്ദുലേഖ: പണ്ടുപണ്ടേയുള്ള നടപ്പ് പ്രകാരം തന്നെ വലിയച്ഛൻ ചെയ്താൽ മതി. എനിക്ക് കലി ഒട്ടും ബാധിച്ചിട്ടില്ല. കാര്യം നടക്കുമ്പോൾ മാത്രം എനിക്കറിഞ്ഞാൽ മതി. കേശവൻ നമ്പൂരി പഞ്ചുമേനോനോട്: ശരി ശരി, നല്ല ഉത്തരം. മതി മതി. ഇനി നോക്കൂ, കിടക്കാൻ പോവുക. പഞ്ചുമേനോൻ: കാര്യം നടക്കുന്ന സമയം വല്ല വിഷമം വന്നാലോ? അത് തീർത്തു വെക്കണ്ടേ? ഇന്ദുലേഖ: നടക്കുന്ന സമയം വരാൻ പോകുന്ന വിഷമം ഇപ്പോൾ എങ്ങനെ അറിയാൻ കഴിയും? എങ്ങനെ തീർക്കും? പഞ്ചുമേനോൻ: അതാ കണ്ടുവോ, ഇൻക്രീസ് പുറപ്പെടുന്നു. ഇന്ദുലേഖ: എവിടെയാണ് ഇൻക്രീസ് പുറപ്പെടുന്നത്? ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് വലിയച്ഛ. പഞ്ചുമേനോൻ: അതേ മകളെ, നിന്റെ സാമർഥ്യം ഞാൻ അറിയില്ലേ. ഇന്ദുലേഖ: ഇതിലെന്ത് സാമർഥ്യമാണ് ഈശ്വര? വലിയച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. പഞ്ചുമേനോൻ നമ്പൂതിരിയോട്: ഇവളോട് തർക്കിച്ചാൽ നമ്മൾക്കിന്ന് ഉറങ്ങാൻ കഴിയുകയില്ല. തിരുമനസ് കൊണ്ട് നോം വന്ന കാര്യം പറയൂ, വെളിവായി പറയൂ. കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പഞ്ചുമേനോൻ: അത് ശരിയായിരിക്കാം. എന്നാൽ ഇന്ദുലേഖയുടെ മനസ്സ് നമ്മൾക്കറിയണ്ടേ? കേശവൻ നമ്പൂതിരി: അത് കാര്യം നടക്കുമ്പോൾ അറിഞ്ഞാൽ മതി എന്നല്ലേ ഇന്ദുലേഖ തന്നെ പറഞ്ഞത്. പഞ്ചുമേനോൻ: തിരുമനസിന് എന്താണ് വിഡ്ഢിത്തം പറയുന്നത്? ചോദിക്കോ ചോദിക്കോ. കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്ക് ഒരു സംബന്ധം നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ദുലേഖ: ആര് നിശ്ചയിച്ചു? കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയുടെ വലിയച്ഛൻ തന്നെയാണ് നിശ്ചയിച്ചത്. ഇന്ദുലേഖ: ശരി, നിശ്ചയിച്ചോട്ടെ. കേശവൻ നമ്പൂതിരി: അത് ഇന്ദുലേഖയ്ക്ക് സമ്മതമല്ലേ? ഇന്ദുലേഖ: നിശ്ചയിച്ച കാര്യത്തിന് സമ്മതം വേണമോ? കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്ക് സമ്മതമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. ഇന്ദുലേഖ: എന്നാൽ അത് അറിഞ്ഞിട്ടല്ലേ നിശ്ചയിക്കേണ്ടത്. കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയെ അറിയിച്ചിട്ട് നിശ്ചയിക്കേണ്ട കാര്യമല്ല ഇത്. ഇന്ദുലേഖ: ഇത് മഹാവിഷമം തന്നെ. പിന്നെ എന്തിനാണ് എന്നോടിപ്പോൾ ചോദിക്കുന്നത്? അറിഞ്ഞിട്ട് നിശ്ചയിക്കേണ്ട കാര്യമല്ല, നടക്കുമ്പോൾ മാത്രം അറിയേണ്ട കാര്യമാണ്. നിശ്ചയം കഴിഞ്ഞു, പിന്നെ എന്ത് സമ്മതം ചോദിക്കലാണ്? ഈ വാക്കു കേട്ടപ്പോൾ പഞ്ചുമേനോന് കുറെ ദേഷ്യം വന്നു. എങ്കിലും ഇന്ദുലേഖയുടെ വിളങ്ങുന്ന ചന്ദ്രബിംബം പോലെയുള്ള മുഖത്തുനിന്ന് പ്രത്യക്ഷമായി കാണപ്പെട്ട ധൈര്യം കണ്ടപ്പോൾ ശാന്തത വന്നു. കുറേ നേരം മിണ്ടാതിരുന്നു. പിന്നെ പറയുന്നു: പഞ്ചുമേനോൻ, സകലം വിഷമം തന്നെ. നാളെ ഇവളോട് ലക്ഷ്മിക്കുട്ടി ചോദിക്കട്ടെ, നമുക്ക് കിടക്കാൻ പോവുക എന്ന് പറഞ്ഞ് നമ്പൂതിരിയും പഞ്ചുമേനോനും താഴത്തേക്കു തന്നെ ഇറങ്ങിപ്പോന്നു. പഞ്ചുമേനോൻ്റെ മുറിയിൽ പോയി അദ്ദേഹം തൻ്റെ ഭാര്യയോട് ഇന്ദുലേഖയുടെ ശാഠ്യത്തെക്കുറിച്ച് വളരെ കുണ്ഠിതത്തോടെ പറഞ്ഞു. കുഞ്ഞിക്കുട്ടിയമ്മ: നല്ല തല്ല് രണ്ട് കൊടുത്താൽ ഈ വക അധിക പ്രസംഗം ഉണ്ടാവുന്നതല്ല. ഓമന വാക്ക് പറഞ്ഞിട്ടാണ് ഈ ധിക്കാരമെല്ലാം കാണിക്കുന്നത്. കുട്ടികളെ അധികം ലാളിക്കരുത്. പഞ്ചുമേനോൻ: എനിക്ക് ഈ ലോകത്തിൽ ഒരാളെയും പേടിയില്ല. എന്തോ ഇന്ദുലേഖയെ ബഹുഭയം. അവൾക്ക് ദേഷ്യം വന്നാൽ എനിക്ക് കണ്ടു നിൽപ്പാൻ നിവൃത്തിയില്ല. ഞാൻ എന്തു ചെയ്യട്ടെ? ഇങ്ങനെ പറഞ്ഞും താൻ കോപത്താൽ ചെയ്തുപോയ ശപഥത്തെ ശപിച്ചും വ്യസനിച്ചും കൊണ്ട് ഈ വൃദ്ധൻ ഉറങ്ങി.
കേശവൻ നമ്പൂതിരിയും തൻ്റെ ഭാര്യയും തമ്മിൽ ഈ സമയത്തു തന്നെ അവരുടെ അകത്ത് വെച്ച് ഉണ്ടായ ഒരു സംഭാഷണത്തെക്കുറിച്ചും ഇവിടെ അല്പം പ്രസംഗിച്ചിട്ടേ ഈ അധ്യായം അവസാനിപ്പിക്കുന്നുള്ളൂ. കേശവൻ നമ്പൂതിരി തൻ്റെ അകത്തു കടന്നപ്പോൾ ഭാര്യ കട്ടിലിന്മേൽ കിടന്നുറങ്ങുന്നത് കണ്ട് താനും ഇരുന്ന് കൈകൊണ്ട് പതുക്കെ ഭാര്യയുടെ ദേഹം തലോടിക്കൊണ്ട് വിളിച്ചു. ഈ കേശവൻ നമ്പൂതിരിയുടെ അവസ്ഥയെക്കുറിച്ച് ഇതുവരെ ഈ പുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഇയാൾ വളരെ ദ്രവ്യസ്ഥൻ എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ സാമാന്യം ഒരു ധനികനാണ്. കയ്യിൽ സ്വന്തമായി അസാരം പണമുണ്ടായിരുന്നത് ഒരു നൂൽക്കമ്പിനി ഓഹരിയിൽ ഇട്ടിരിക്കുന്നു. ആൾ കാഴ്ചയിൽ സുന്ദരനല്ലെങ്കിലും ഒട്ടും വിരൂപിയല്ല. ഇയാൾ ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങിപ്പിക്കാൻ ആലോചിച്ചു വെച്ച നമ്പൂതിരിപ്പാട്ടിൻ്റെ വലിയ ഒരു ഇഷ്ടനും ആശ്രിതനുമാണ്. വേളി കഴിച്ചിട്ടില്ല. ഇല്ലത്ത് പോയി താമസിക്കുന്നത് വളരെ ചുരുക്കം. പൂവള്ളി സത്രശാലയ്ക്ക് സമീപം ഒരു മഠത്തിലാണ് ഭക്ഷണം. തനിക്ക് സ്വന്തമായി ഒരു കുട്ടിപ്പട്ടരും 2 ഭൃത്യന്മാരും ഉണ്ട്. ആൾ പരമശുദ്ധനാണ്. മഹാനുഭാവോ വിഡ്ഢിശ്ചേൽ ശുദ്ധ ഇത്യഭീധീയതേ എന്ന പ്രമാണം വെടുപ്പായി ചേരുന്ന വിധമുള്ള ശുദ്ധനാണ്. എന്നാൽ വളരെ മര്യാദക്കാരനും സുശീലനും കൂടി ആയിരുന്നു. തൻ്റെ ഭാര്യയിൽ അതിപ്രേമമാണ്. തനിക്ക് ഭാഗ്യവശാൽ കിട്ടിയ ഭാര്യയാണെന്ന് എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. കണ്ണേഴി മൂർക്കില്ലാത്ത മനയ്ക്കൽ നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് ഇന്ദുലേഖയ്ക്ക് ആലോചിച്ച സംബന്ധത്തെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് വെച്ചാണ് രാത്രി ഉറങ്ങിയിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയെ ഇയാൾ വിളിച്ചത്. കേശവൻ നമ്പൂതിരി: ലക്ഷ്മി, ലക്ഷ്മി, എന്താണ്, ഉറങ്ങിയോ? നേരം 9 അടിച്ചില്ല ഇനിയും. ലക്ഷ്മിക്കുട്ടിയമ്മ കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരുന്നു. കേശവൻ നമ്പൂതിരി: എന്താണ് ഇന്ന് ഇത്രയധികം ഉറക്ക്? ലക്ഷ്മിക്കുട്ടിയമ്മ: മുറുക്കിയോ? അതാ ആ മേശയിലെ വെള്ളിത്തട്ടിൽ ഞാൻ മുറുക്കാനുണ്ടാക്കി വച്ചിരിക്കുന്നു. കേശവൻ നമ്പൂതിരി: ഓഹോ, മുറുക്കിക്കളയാം എന്നു പറഞ്ഞ് വെറ്റില മുറുക്കിക്കൊണ്ട് പിന്നെയും കട്ടിലിന്മേൽ തന്നെ ഇരുന്നു. കേശവൻ നമ്പൂതിരി: ഞങ്ങൾ ഇന്ദുലേഖയെ കാണാൻ പോയിരുന്ന വർത്തമാനമൊന്നും കേൾക്കണ്ടേ? ലക്ഷ്മിക്കുട്ടിയമ്മ: ഇന്ദുലേഖ ഇനിയും ഉറങ്ങിയിട്ടില്ലേ? ആ പെണ്ണ് ഈയിടെ രാത്രി അധിക നേരം വായിക്കുന്നു. ഉറക്കൊഴിയുന്നത് കൊണ്ട് ശരീരത്തിന് വല്ല സുഖക്കേടും വരുമോ എന്നറിഞ്ഞില്ല. മണ്ണെണ്ണ വെളിച്ചം തന്നെ കണ്ണിന് നല്ലതല്ല പോൽ. കേശവൻ നമ്പൂതിരി: ആരാണ് ഈ വിഡ്ഢിത്തം പറഞ്ഞത്? കെസ്രാത്ത എണ്ണയെക്കുറിച്ചല്ലേ പറഞ്ഞത്? അത് അസൽ എണ്ണയാണ്. നൂൽക്കമ്പിനി ശാലകളിൽ എല്ലായിടവും ഈ കെസ്രാത്ത എണ്ണ വിളക്ക് ഒരു ദിവസം വെച്ചത് ഞാൻ കണ്ടു. അവിടെ എത്ര ആളുകളും തിരക്കുമാണെന്ന് പറയാൻ പാടില്ല. എനിക്ക് ലക്ഷ്മിക്കുട്ടിയെ അവിടെ ഒന്ന് കൊണ്ടുപോയി ആ വിശേഷങ്ങളെല്ലാം കാണിക്കണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ: എന്തെല്ലാമാണ് വിശേഷങ്ങൾ? കേശവൻ നമ്പൂതിരി: ശിവ ശിവ, നാരായണ നാരായണ, ഞാൻ എന്താണ് പറയേണ്ടത്? ഈ വെള്ളക്കാരുടെ കൗശലം അത്യത്ഭുതം തന്നെ ലക്ഷ്മി. നീ അത് കണ്ടാൽ വിസ്മയപ്പെട്ടു പോവും. എന്തൊരത്ഭുതം! ഈ നൂൽക്കമ്പിനി എന്ന് ഇത്ര ഘോഷമായി കേൾക്കുന്നതെല്ലാം ഒരു ഇരുമ്പു ചക്രമാണ്. ആ ചക്രം ഈ നൂലൊക്കെയും ഉണ്ടാക്കുന്നു. ആ ചക്രത്തെ തിരിക്കുന്നത് പുകയാണ്. പുക, പുക, ശുദ്ധ പുക. എന്നാലോ പുക നമ്മുടെ അടുക്കളയിൽ നിന്നുണ്ടാവുന്നത് പോലെ കണ്ണിലും മറ്റും ലേശം ഉപദ്രവിക്കയില്ല. ആ കമ്പനിക്ക് ഒരു വലിയ വാല് മേലോട്ട് വെച്ചിരിക്കുന്നു. ഒരു കൊടിമരം പോലെ വലിയ ഒരു വാല്. അത് പുക പോവാനാണെന്നാണ് പറയുന്നത്. എന്നാൽ എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തോ ചില വിദ്യകളുണ്ട്. അത് മിടുക്കന്മാരായ ഈ വെള്ളക്കാർ പുറത്ത് പറകയില്ല. അങ്ങനെ വല്ലതുമില്ലാതെ ഈ ഇരുമ്പ് കൊണ്ടുള്ള കമ്പനിയും തൂശികളും പറഞ്ഞതുപോലെ കേൾക്കുമോ? എന്തോ ഒരു വിദ്യയുണ്ട്. ലക്ഷ്മിക്കുട്ടിയമ്മ: എന്താണ് ആ വിദ്യ നിങ്ങളാരും മനസ്സിലാക്കാത്തത്? കേശവൻ നമ്പൂതിരി: അതിനെക്കുറിച്ച് ചോദിച്ചാൽ ആ എഞ്ചിനീയർ സാഹിബ് വെടിവെക്കും. ഓഹോ, അതൊന്നും ചോദിച്ചുകൂടാ. എന്നാൽ അയാൾ ഞങ്ങളൊക്കെ ചെന്നാൽ ഈ യന്ത്രത്തിൻ്റെ അടുക്കെ കൊണ്ടുപോയി ഓരോരോ കളവുകളെല്ലാം പറഞ്ഞു തരും. അയാൾ പറയുന്നത് കുട്ടികൾക്കു കൂടി ബോധ്യം വരികയില്ല. എന്നാൽ ഞങ്ങളത് ഭാവിക്കാറില്ല. എല്ലാം മനസ്സിലായി എന്ന് നടിക്കും. ലക്ഷ്മിക്കുട്ടിയമ്മ:
പുകയാണ് യന്ത്രം തിരിക്കുന്നത് എന്ന് തിരുമനസ് പറഞ്ഞത് കുറെ വിഡ്ഢിത്തമാണെന്ന് തോന്നുന്നു. ഇന്ദുലേഖ 5-6 ദിവസം മുമ്പേ എന്നോട് തീവണ്ടിയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞത് ഈ വക യന്ത്രങ്ങളെല്ലാം ആവിയുടെ ശക്തി കൊണ്ട് തിരിയുന്നതാണെന്നും പുകയ്ക്ക് സ്വതേ ശക്തിയൊന്നും ഇല്ലെന്നും അത് അഗ്നിയിൽ സഹജമായിരിക്കുന്നതിനാൽ അഗ്നിയുള്ള ദിക്കിൽ നമ്മൾ കാണുന്നത് മാത്രമല്ലാതെ അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മറ്റുമാണ്. കേശവൻ നമ്പൂതിരി: തീവണ്ടിക്ക് അങ്ങനെ ആയിരിക്കും. നൂൽക്കമ്പിനി തിരിയുന്നത് പുക കൊണ്ടാണ്. വേറെ ആ കൊടിമരത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിദ്യയും കൂടി ഉണ്ടായിരിക്കണം. എനിക്ക് ഒരു സംശയവുമില്ല. ഇന്ദുലേഖയോട് മാധവനോ നമ്മുടെ ഗോവിന്ദൻകുട്ടിയോ പറഞ്ഞു കൊടുത്തതായിരിക്കണം. ഈ സാധു കുട്ടികളോട് വെള്ളക്കാർ സൂക്ഷ്മം ഒരിക്കലും പറഞ്ഞു കൊടുക്കുകയില്ല. വല്ല ഭോഷ്കുകളും പറഞ്ഞു ധരിപ്പിക്കും. അത് സത്യമാണെന്ന് ഈ വിഡ്ഢികൾ ഉറപ്പിച്ച് പെണ്ണുങ്ങളോടും മറ്റും പറയും. സൂക്ഷ്മം അവർ ഒരിക്കലും പറഞ്ഞു കൊടുക്കുകയില്ല. അഥവാ സൂക്ഷ്മം അറിയണമെങ്കിൽ അവരുടെ വേദത്തിൽ ചേർന്ന് തൊപ്പിയിടണം എന്നാൽ പറയും. ലക്ഷ്മിക്കുട്ടി അമ്മ: അതെന്തോ, പുകയ്ക്ക് ഒരു ശക്തിയുമില്ല. കേശവൻ നമ്പൂതിരി: അങ്ങനെ പറയണ്ട. ധൂമം ശക്തിയുള്ളതാണ്. ഹോമധൂമത്തിന് ശക്തിയില്ലേ? എനിക്ക് ഒന്നുകൂടി സംശയമുണ്ട്. ഇത് വല്ല മൂർത്തികളുടെയും പ്രസാദത്തിന് വേണ്ടിയുള്ള ഒരു ഹോമമോ എന്നുകൂടി സംശയമുണ്ട്. വല്ല വിഗ്രഹങ്ങളോ ചക്രങ്ങളോ ആ കൊടിമരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആർക്കറിയാം? അതിന് ഈ ഹോമം വളരെ പ്രിയമായിരിക്കാം. അതിൻ്റെ പ്രസാദത്തിനാലായിരിക്കാം ഈ കമ്പനി തിരിയുന്നത്. ആർക്കറിയാം? നാരായണമൂർത്തിക്ക് മാത്രം അറിയാം. ലക്ഷ്മിക്കുട്ടിയമ്മ: എന്നാൽ അത് നോക്കി അറിയരുതേ. കേശവൻ നമ്പൂതിരി: എന്ത് കഥയാണ് ലക്ഷ്മി പറയുന്നത്? ഈ വെള്ളക്കാർ അതിന് ഈ ജന്മം സമ്മതിക്കുമോ? എന്നാൽ അവരുടെ വലിപ്പം പോയില്ലേ? ഈ തീവണ്ടി, കമ്പിത്തപാൽ മുതലായ അനേകം വിദ്യകൾ അവർ ഈ ദിക്കിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതിൻ്റെ സൂക്ഷ്മം ഒന്നും അവർ ഈ ജന്മം നമ്മളെ അറിയിച്ചു തരുമോ? ഒരിക്കലും ചെയ്യുകയില്ല. ഇപ്പോൾ ഈ നൂൽക്കമ്പിനി ഉണ്ടാക്കാൻ വെള്ളക്കാരെ ഒരു പൈസ പോലും ചെലവിട്ടിട്ടുണ്ടോ? ഇല്ല. സകലം നാട്ടുകാരുടെ പണം. എന്നിട്ട് എന്താണ് ഫലം? ഒരു നാട്ടുകാരനെങ്കിലും ഈ വിദ്യ പറഞ്ഞു കൊടുത്തുവോ? അനവധി പണം വാങ്ങി നൂൽക്കമ്പിനി പണി ബിലാത്തിയിൽ നിന്നു തന്നെ ചെയ്തു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കമ്പനി കൂട്ടി. കമ്പനി കണ്ടാൽ ബഹു വലുപ്പമായി ഭംഗിയായിരിക്കും. ഇപ്പോൾ ഒരു വെള്ളക്കാരൻ തന്നെ ധൂമം കൊണ്ട് കമ്പനി തിരിപ്പിച്ച് നൂലുണ്ടാക്കുന്നു. കമ്പനി തിരിയുന്ന തിരിച്ചിൽ കണ്ടാൽ നോം അത്ഭുതപ്പെടും. നാട്ടുകാർ നമ്മൾ മഹാവിഡ്ഢികളല്ലേ? അല്ലെങ്കിൽ നൂൽക്കമ്പനി ഇവിടെ കോഴിക്കോട്ട് വെച്ച് പണിയെടുപ്പിക്കരുതായിരുന്നുവോ? അതിന് എന്ത് വിരോധമായിരുന്നു? നമ്മളുടെ പണമല്ലേ? നമ്മൾ പറഞ്ഞ പോലെ ചെയ്യണ്ടേ? പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ വെള്ളക്കാരോട് പറ്റുകയില്ല. അവർ 1.5 ലക്ഷം ഉറുപ്പികയോ മറ്റോ വാങ്ങി നൂൽക്കമ്പനി സകലവും അവരുടെ രാജ്യത്ത് വെച്ചു തന്നെ പണിയിച്ച് ഇവിടെ കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കി. അവർ എത്ര സമർത്ഥന്മാർ! നമ്മൾ എത്ര വിഡ്ഢികൾ! ലക്ഷ്മിക്കുട്ടിയമ്മ: ആട്ടെ, ഇതിൽ ലാഭമുണ്ടാവുമോ? കേശവൻ നമ്പൂതിരി: നിശ്ചയമായിട്ടുണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത്. വളരെ ആളുകൾ ഉറുപ്പിക കൊടുത്തിട്ടുണ്ട്. 2-4 കൊല്ലങ്ങൾ കൊണ്ടറിയാം. ഈ ഇംഗ്ലീഷുകാരുടെ വിദ്യകളെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി തന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ: ഇംഗ്ലീഷുകാർ നാട്ടുകാരെ പഠിപ്പിക്കുന്നത് കാണുന്നില്ലേ? അവർ ഇനി എന്തു ചെയ്യണം? നമ്മൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ലായിരിക്കും. കേശവൻ നമ്പൂതിരി: അയ്യോ, എൻ്റെ ലക്ഷ്മിക്കുട്ടി ഇങ്ങനെയാണ് ധരിച്ചത്. ഇവർ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഈ വക വിദ്യകളൊന്നുമല്ല. എന്നാൽ നന്നായിരുന്നുവല്ലോ. സ്കൂളിൽ പഠിപ്പിക്കുന്നതെല്ലാം നമ്മളുടെ കുട്ടികളെ വഷളാക്കി തീർക്കാനാണ്. യാതൊരു സംശയവുമില്ല. ഒന്നാമത് ക്ഷേത്രത്തിൽ പോകുന്നതും ശുദ്ധം മാറിയാൽ കുളിക്കുന്നതും ഭസ്മം ചന്ദനം തൊടുന്നതും ഗുരുകാരണവന്മാരെയുള്ള ഭയവും ബ്രാഹ്മണ ഭക്തിയും ഇല്ലാതെയാക്കും. പിന്നെ വേണ്ടാത്ത തോന്യാസമായ കഥകളും മറ്റും പഠിപ്പിക്കും. എന്നിട്ട് ചില പരീക്ഷകൾ അവരെ കൊണ്ട് കൊടുപ്പിച്ച് ചില അക്ഷരങ്ങൾ അവരുടെ പേരുകളോട് ചേർത്ത് പറയുന്ന ഒരു ബഹുമാനം കൊടുക്കും. ഇതുകൊണ്ട് എന്താണ് ഫലം? മിന്നത്തപ്പാൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? തീവണ്ടി എങ്ങനെ ഓടുന്നു എന്ന് ഇംഗ്ലീഷ് പഠിച്ച ഒരു കുട്ടിയോട് ചോദിച്ചാൽ എന്നെപ്പോലെയും ലക്ഷ്മിയെപ്പോലെയും തന്നെ. ഈ വസ്തു ശരിയായി പറവാൻ അവൻ അറിഞ്ഞുകൂടാ. ഒരു കുട്ടി ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേക്ക് അവൻ്റെ വീട്ടിൽ ഉള്ളവരെയെല്ലാം പുച്ഛമായി. ഇതിന് മാത്രം കൊള്ളാം ഇംഗ്ലീഷ് പഠിപ്പ്. ലക്ഷ്മിക്കുട്ടിയമ്മ: അങ്ങനെയൊന്നുമല്ല.
ഇന്നാൾ ഇന്ദുലേഖ തീവണ്ടി ഓടിക്കുന്നതിൻ്റെ ക്രമത്തെക്കുറിച്ച് എത്ര വെടിപ്പായി പറഞ്ഞു. എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. ഈ കുട്ടികൾക്കൊക്കെ നമ്മേക്കാൾ വളരെയധികം അറിവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അറിവുള്ളത് കൊണ്ടാണ് പക്ഷേ നമ്മ അവർക്ക് പുച്ഛം തോന്നുന്നത്. ഈയിടെ ഒരു ദിവസം മാധവൻ കമ്പിത്തപാലിനെ പറ്റി പറഞ്ഞു. എനിക്ക് ബഹുരസം തോന്നി. കേശവൻ നമ്പൂതിരി: ആട്ടെ, എന്നാൽ ഇന്ദുലേഖ ഒരു തീവണ്ടി ഓടിക്കട്ടെ, എന്നാൽ ഞാൻ സമ്മതിക്കാം. ലക്ഷ്മിക്കുട്ടിയമ്മ: അതെങ്ങനെയാണ്? ഒന്നാമത് തീവണ്ടി വേണ്ടേ, പിന്നെ അത് ഓടിക്കുന്ന മാതിരി പഠിക്കണ്ടേ? തീവണ്ടി ദിവസം പ്രതി ഓടിക്കുന്നവർ വെറും കൂലിക്കാരെ പോലെ പ്രവൃത്തിയെടുക്കുന്നവർ മാത്രമാണ്. അവർ ഇതിൻ്റെ തത്വം നമ്മളുടെ ഇംഗ്ലീഷ് പഠിച്ച കുട്ടികൾ അറിയും പോലെ കൂടി അറിയുകയില്ല. കേശവൻ നമ്പൂതിരി: അയ്യോ കഷ്ടം, ലക്ഷ്മിക്കുട്ടി മഹാസാധുവാണ്. ഈ വെള്ളക്കാരെ ഒരിക്കലും വിശ്വസിക്കരുതേ. ഇവർക്ക് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഇല്ലെന്ന് ഇവർ പുറത്തൊക്കെ പറയുന്നു. ഇന്നാൾ ഞാൻ കോഴിക്കോട്ട് പോയപ്പോൾ ഒരു രാജാവിൻ്റെ കൂടെ വണ്ടിയിൽ കടപ്പുറത്ത് സവാരിക്ക് പോയി. കടപ്പുറത്ത് സമീപം ഒരു ചെറിയ ബംഗ്ലാവ് കണ്ടു. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ സായ്വിന്മാരെ ശാക്തേയം കഴിക്കുന്ന സ്ഥലമാണെന്ന് രാജാവ് പറഞ്ഞു. തലവെട്ടിപ്പള്ളിയാണെന്നത്രേ അതിൻ്റെ പേര്. ആ പള്ളിയിൽ ചെയ്യുന്ന ശാക്തേയത്തിൻ്റെ വിവരം ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ അവരെ തലവെട്ടിക്കളവാനാണത്രേ വെള്ളക്കാരൻ്റെ കൽപ്പന. ഈ ശാക്തേയം അവർ ചെയ്തു ദേവീപ്രസാദം വരുത്തി ഈ രാജ്യം മുഴുവൻ ജയിച്ചു. നമ്മളുടെ രാജാക്കന്മാരെ വെറും ജീവശവങ്ങളാക്കി ഇട്ടു. എന്നിട്ടും നമ്മളോടൊക്കെ യാതൊരു മന്ത്രവും തന്ത്രവും ഇല്ലെന്ന് വെറുതെ പറയുന്നു. ഇത് നല്ല മാതിരി അല്ലേ? ലക്ഷ്മിക്കുട്ടിയമ്മ: ഈ തലവെട്ടിപ്പള്ളിയിൽ നാട്ടുകാരെ ചേർക്കാമോ? കേശവൻ നമ്പൂതിരി: അത് ഞാൻ അറിയില്ല, ചേർക്കാൻ സംഗതിയില്ല. ലക്ഷ്മിക്കുട്ടിയമ്മ: എനിക്ക് ഉറക്കു വരുന്നു. കേശവൻ നമ്പൂതിരി: എനിക്കും ഉറക്കു വരുന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ ഉറങ്ങാൻ കിടന്നു. നമ്പൂതിരിയും ഉറങ്ങുവാൻ ഭാവിച്ചു കിടന്നു. അപ്പോൾ മാത്രമാണ് ഇന്ദുലേഖയുമായി ഉണ്ടായ സംസാരത്തെക്കുറിച്ചും നമ്പൂതിരിപ്പാട്ടിലെക്കുറിച്ചും ലക്ഷ്മിക്കുട്ടിയമ്മയുമായി സംസാരിപ്പാൻ വേണ്ടി വിളിച്ചുണർത്തിയിട്ട് നൂൽക്കമ്പിനിയുടെയും മറ്റും വർത്തമാനം കൊണ്ട് സമയം പോയല്ലോ, ഇത് കുറെ വിഡ്ഢിത്തമായി പോയി എന്ന് ഈ പരമശുദ്ധാത്മാവായ കേശവൻ നമ്പൂതിരിക്ക് തോന്നിയത്.